ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആൽക്കഹോളൊന്നും ചേർക്കാതെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത്. നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലും കാണാൻ ആ ഒരു ഡാർക്ക് കളറിൽ തന്നെ നമുക്ക് ഈ കേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കേക്കിന് ഈ ഒരു ഡാർക്ക് കളർ കിട്ടാനുള്ള നല്ലൊരു ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റിയും സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഏതെല്ലാമെന്ന് വെച്ചെങ്കിൽ ട്യൂട്ടിഫ്രൂട്ടിയാണ്. ട്യൂട്ടിഫ്രൂട്ടി 2 കളറിലുള്ളത് 1/4 കപ്പ് വീതം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്ത ചെറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഒരു 4-5 ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ റൈസിൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്രൗൺ കളറിലുള്ളതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കറുപ്പുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് ഈ കാഷ്യൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ സോക്ക് ചെയ്യുന്ന ടൈമിൽ വേണ്ട, പിന്നെ കേക്ക് ചെയ്യുമ്പോൾ മതി. ഇപ്പോൾ സോക്ക് ചെയ്യുന്നത് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഓറഞ്ച് ജ്യൂസ്, ഏത് ജ്യൂസോ അത് കൊടുത്തിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം. അപ്പം ഞാനിവിടെ പെപ്പർ ബോട്ടിൻ്റെതാണ് എടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ജ്യൂസ് ആയെങ്കിൽ നല്ലത്. ഇപ്പോൾ എൻ്റെ ഫ്രഷ് ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെപ്പർ ബോട്ടിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് അതിൽ നിന്നൊരു 1/2 കപ്പിലാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നുള്ളത്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. 2 ദിവസം വരെ ഇത് സോക്ക് ചെയ്തിട്ട് വെക്കാം. ഇല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കാം. ഞാനിത് ഇന്നലെ രാത്രി സോക്ക് ചെയ്തത് പിറ്റേന്ന് വൈകുന്നേരമാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ടൈം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് പുറത്തെടുത്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്ലം കേക്കിന് വേണ്ട കാരമൽ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം. പഞ്ചാര സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് മെൽട്ടായിട്ട് വരുമ്പോഴേക്ക് നമ്മൾ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു കാരമൽ സിറപ്പ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ലൈറ്റ് ബ്രൗൺ കളറിലല്ല, നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുന്നതുവരെയുള്ള തന്നെ നമ്മൾ ഇത് മെൽട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കേക്കിന് ഡാർക്ക് കളർ കിട്ടാനുള്ള ഒരു ടിപ്പ് ഇതുതന്നെയാണ്. നമ്മൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ തന്നെ നമ്മൾ ഈ ഒരു സിറപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം മെൽട്ടായി പിന്നെ നല്ല ഡാർക്ക് കളറിൽ ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വെക്കുന്ന ആ ടൈമിലാണ് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിത് നല്ലോണം മെൽട്ടാവാനായിട്ട് വെയിറ്റ് ആക്കാം. ഇപ്പോൾ നമ്മൾ പഞ്ചാരയിൽ കുറച്ച് നല്ലോണം മെൽട്ടായിട്ട് ബ്രൗൺ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കളറൊന്നും മതിയാവില്ല, നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാവുന്നിടത്തോളം നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാരമൽ സിറപ്പ് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കേക്കിനേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ എടുക്കാം. അല്ലെങ്കിൽ സാധാരണ പഞ്ചസാരയെങ്കിലും മതി. ബ്രൗൺ ഷുഗർ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ ഇവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഉണ്ടായിന്, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് സാധാരണ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കണ്ടം പട്ടയും 2 ഏലക്ക, 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതെങ്ങനെയെന്ന് മുന്നത്തെ വീഡിയോയിലുണ്ട്, അതൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ ഞാൻ ഒരു അരപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം.
ഇനി ഈ അരച്ചിട്ടെടുത്ത മിക്സ് നമുക്ക് നല്ല പോലെ തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് സോക്ക് ചെയ്തിട്ട് വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് നല്ല പോലെ പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. നമ്മളെ ബാറ്ററിലേക്ക് ഇത് ചേർക്കുമ്പോൾ അടിയിലേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മൈദ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കും. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചാരയില്ലേ അത് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നിടത്തോളം നമുക്ക് ഈ പഞ്ചാരപ്പിൻ്റെ പൊടി ഇട്ടിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ പഞ്ചാരൻ്റെ പൊടി ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണ്ട, കുറച്ചായിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഫ്ലഫി ആകുന്നിടത്തോളം ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഏകദേശം 3-4 മിനിറ്റോളം ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ എഗ്ഗ് ബാറ്റർ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ കാരമൽ സിറപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നല്ല പോലെ കുത്തിയിട്ട് എടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് മെല്ലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. നല്ലോണം കുത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ എഗ്ഗ് ബാറ്ററിൽ ഈ ഫ്ലഫി ആയതെല്ലാം പോയിട്ട് നമ്മളെ കേക്ക് പൊന്തിയിട്ടൊന്നും വരില്ല, നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒരു 4-5 പ്രാവശ്യമായിട്ട് തന്നെ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് ഇട്ടെങ്കിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ കുറച്ച് പണിയാവും. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മൈദൻ്റെ ലംസ് ബാക്കിയാവും. അപ്പോൾ കുറച്ചായിട്ടിട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മെല്ലെ തന്നെ ഇളക്കിയിട്ട് ഈ ബാറ്റർ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് സോക്ക് ചെയ്ത് വെച്ച അതിലേക്ക് മൈദ ഇട്ട് മിക്സ് ആക്കി കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇതും സ്ലോലി മിക്സ് ആക്കി എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് കാഷ്യൂ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇത് ഇട്ട് കൊടുത്താൽ മതി. അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ഗ്രീസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോകുന്ന വിധത്തിൽ നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ തന്നെ കുറച്ച് കിസ്മിസും ടൂട്ടിഫ്രൂട്ടിയും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൂട്ടിഫ്രൂട്ടി 2 കളറിലുള്ളതും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൻ സെറ്റപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 40 മുതൽ 45 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 30-35 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് കുത്തി നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ പിന്നെയും 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി.
അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് 45 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല വെന്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു പ്ലം കേക്ക് നല്ല ഡാർക്ക് കളറിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ലോണം പൊങ്ങിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയ അന്ന് തന്നെ കഴിക്കുന്നതിനായിട്ടും ടേസ്റ്റ് ഒരു പിറ്റേന്നോ 2 ദിവസം കഴിഞ്ഞിട്ടോ കഴിക്കുമ്പോഴാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്കിന്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.